ഇന്ന് നമുക്കൊരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയല്ലോ. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വറ്റൽമുളക് എടുത്തിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് നമ്മുടെ മെയിൻ താരം ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് വറുത്ത് കോരുക. ഇതാ ഈ ഒരു പരുവം. പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു അരകല്ലാണ്. അരകല്ലിലേക്ക് ആദ്യം മുളക് ഇട്ടിട്ട് നന്നായിട്ടും ചതച്ചെടുക്കുക. ചതക്കുമ്പോൾ സൂക്ഷിക്കണേ, എൻ്റെ കണ്ണൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. അതിലോട്ട് ഉള്ളി നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിക്കൊന്നും വേണ്ട, അത് പച്ചയായിട്ട് തന്നെ ഇട്ടാൽ മതി. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി, അരക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കല്ലുപ്പ് ഇടുക. കുറച്ച് കൂടി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇനി പുളി, ആവശ്യത്തിന് പുളി. ഞാൻ പിന്നീട് കുറച്ചും കൂടെ പുളി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രമൊക്കെ വലുതാണ്, ചമ്മന്തി കുറച്ചേ ഉള്ളൂ എന്ന് മാത്രം. പുളി നല്ല ബലമായതുകൊണ്ട് കുറച്ചേ അരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മിക്സ് ചെയ്യുമ്പോഴും പുളി സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്തു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് മുന്തി നിൽക്കുന്നത്. അതുപോലെ പുളി നല്ലോണം വേണ്ടവർ അതും ആഡ് ചെയ്യണം, അപ്പോൾ ഇതൊരു ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ ഒരു കാര്യം, പുളിയൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഒന്നും കൂടെ ചതക്കണം എന്ന് എനിക്ക് തോന്നി, ഒന്നും കൂടെ അരച്ചെടുക്കണം എന്ന് എനിക്ക് തോന്നി. അല്ലാതെ ഇതിന് ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.